ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സുകന്യാസ് ടേസ്റ്റ് മെയ്ഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാടൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്, ഓലൻ. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാൻ ആദ്യം ഒരു 1/4 കഷ്ണം കുമ്പളങ്ങ എടുത്ത് വളരെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചു. ഒരു ഗ്രേറ്ററിലോ ഏതിലെങ്കിലും ഇട്ട് തീരെ നൈസാക്കിയിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ അതിലേക്ക് ഒരു ലേശം ഉപ്പ്, അധികം ഉപ്പിടണ്ട, ഒരു ലേശം മാത്രം മതി. എന്നിട്ട് നമുക്കൊരു 5 മിനിറ്റ് അതൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം അതിലെ എക്സസ് ആയിട്ടുള്ള വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞ് വെച്ചിട്ടുള്ള കുമ്പളങ്ങയാണിത്. വളരെ നൈസായിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓലൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ അതിലേക്ക് ഒരു 3 പച്ചമുളക് നെടുകെ കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇടുക. അതിനുശേഷം ഞാൻ അതിലേക്ക് ഒരു ലേശം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് തേങ്ങയുടെ 2 പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. കുമ്പളങ്ങ ഒന്ന് വെന്ത് കിട്ടാൻ ആവശ്യമായിട്ടുള്ള പാല് മാത്രം ചേർത്താൽ മതി. ഞാനിവിടെ ഒരു 3/4 കപ്പ് 2 പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വേവിച്ചെടുക്കാൻ. ഇടയ്ക്ക് അടപ്പ് തുറന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ നമ്മുടെ നാളികേരപ്പാലൊക്കെ ഏകദേശം വറ്റി, കുമ്പളങ്ങ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ 1 പാലും കൂടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് 1 പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയത്ത് കറിയിൽ ഉപ്പ് കുറവാന്ന് തോന്നുകയാണെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 പാൽ ഒഴിച്ചതിന് ശേഷം കറി തിളപ്പിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഞാൻ അവസാനമായിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ഈസി ആയിട്ടുള്ള ഓലൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.